എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഈ ദൃശ്യമാധ്യമങ്ങളിൽ വരുന്ന ചില പോസ്റ്റുകളെക്കുറിച്ചാണ്. അതായത് റീൽസ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ അധികം കാണപ്പെടുന്ന ചില പോസ്റ്റുകൾ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഏറ്റവും പ്രധാനം കാണാറുള്ളത് ഒരു ചില കൂട്ടർ പറയാറുള്ളത്, ഇന്ന് എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്, അല്ലെങ്കിൽ എൻ്റെ ബർത്ത്ഡേ ആണ്, എല്ലാവരും ഒന്ന് വിഷ് ചെയ്യണേ എന്ന് ഒരു കൂട്ടർ. മറ്റൊരു കൂട്ടർ പറയും, എനിക്ക് 45 വയസ്സാണ് പ്രായം, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, ഭർത്താവ് ഉപേക്ഷിച്ചു പോയി, മക്കൾ നോക്കുന്നില്ല, ആവശ്യത്തിനുള്ള സ്വത്തുണ്ട്, എനിക്ക് കൂട്ടുകൂടണം, എന്നെ ഫോളോ ചെയ്യുക. ഇതൊക്കെ പറയുമ്പോഴും ഏതാണ്ട് ഒരു 90% അശ്ലീല ചുവയുള്ള ഫോട്ടോസായിരിക്കും ഇവർ പോസ്റ്റ് ചെയ്യുക. അതിനും പറയും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത് കഴിഞ്ഞ് മറ്റൊരു കൂട്ടർ, അതും ഇവരൊക്കെ ഏതാണ്ട് വിവാഹിതരായ സ്ത്രീകളാണ്. നല്ല വില കൂടിയ ക്യാമറകൾ വാങ്ങി പല രീതിയിൽ പോസ്റ്റ് ചെയ്ത് അതിനെ ചൂസ് ചെയ്ത് അതും പോസ്റ്റ് ചെയ്യും. ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കില്ല. ഇങ്ങനെയുള്ള അവതാരങ്ങളാണ് അവസാനം കൂടുതലും ഈ മയക്കുമരുന്നിനും അതിൻ്റെ പിന്നാലെ പോവുകയും മദ്യപിക്കുകയും ഒക്കെ ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ കാട്ടാളത്വം കാണിക്കുന്ന ഈ ചില സ്ത്രീകളെ ശരിക്കും നിയന്ത്രിച്ചില്ലെങ്കിൽ സമൂഹം തന്നെ ആകെ മാറിപ്പോകും. ഇന്നത്തെ കുട്ടികളെ ഏറ്റവും കൂടുതൽ വഴിതിരിച്ച് വിടുന്ന ഈ തരത്തിലുള്ള റീൽസുകൾ വളരെ ആഭാസകരമാണ്. ഇനി മറ്റൊരു കൂട്ടർ കാണിക്കുന്ന റീൽസുകൾ ഈ പീഡനത്തെക്കുറിച്ചാണ്. അതായത് മരുമകളെ അമ്മായിയമ്മ പീഡിപ്പിക്കുന്നത് എങ്ങനെ, അവരുടെ ഓരോരോ ദൃശ്യങ്ങൾ ആവിഷ്കരിക്കുകയാണ്. അതിൽ ചിലത് നല്ലതുണ്ട്, എന്നാൽ ചില മോശപ്പെട്ട റീൽസും വരാറുണ്ട്. അറിയാം, ആവറേജ് നമ്മൾ നോക്കുമ്പോൾ ഈ വടക്കേ ഇന്ത്യയിൽ നിന്നും വരുന്ന റീൽസുകളും നമ്മുടെ കേരളത്തിൽ നിന്നും ഒറിജിനേറ്റ് ആകുന്ന റീൽസുകളും തമ്മിൽ വളരെ വലിയ വ്യത്യാസങ്ങളുണ്ട്. നാം ഈ വടക്കേ ഇന്ത്യക്കാരെ പുച്ഛമായി കാണുന്ന ഒരു കൂട്ടരാണ്. എന്നാൽ അവരിടുന്ന റീൽസുകൾ വളരെ ഗുണകരമായ റീൽസുകളാണ്. അതായത് ഒരു ഇൻ്റർവ്യൂക്ക് പോകുന്ന രംഗം, ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യുന്ന രംഗങ്ങൾ, അത് വെരി ഷോർട്ട് ടൈം കൊണ്ട് അതിനൊരു ഗുണപാഠങ്ങളോടൊപ്പമാണ് അവർ ആ റീൽസ് ചെയ്യുന്നതും ആ റീൽസ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നതും. മറിച്ച് കേരളത്തിൽ നിന്നുള്ള റീൽസുകളൊന്നുമല്ല, വെറും നഗ്നമായ ഭാഗങ്ങൾ എക്സ്പോസ് ചെയ്ത് കാണിക്കുക, ഈ മുഖത്ത് പുട്ടിയും അടിച്ച് പ്രായത്തിനെ മറയ്ക്കാൻ വേണ്ടി ചെറുപ്പം വന്ന് കാണിക്കുന്ന ആഭാസത്തരങ്ങൾ വളരെ വളരെ മോശമാണ്. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇനിയെങ്കിലും റീൽസ് ഇടുന്നവരും നിങ്ങളുടെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നവരും, അല്ല എനിക്ക് വിഷ് ചെയ്യണേ, എനിക്ക് ആരുമില്ല, എൻ്റെ നിറം കറുപ്പാണ്, എൻ്റെ നിറം വെളുപ്പാണ്, എനിക്ക് ഒത്തിരി സ്വത്തുണ്ട്, എനിക്ക് കാറുണ്ട്, സംവിധാനമുണ്ട്, എൻ്റെ മക്കൾ ആരും എന്നെ നോക്കുന്നില്ല, മക്കളെല്ലാം അമേരിക്കയിലാണ്, ഭർത്താവ് ഉപേക്ഷിച്ചു പോയി, അത് ഇങ്ങനെയുള്ള ആവലാതിത്തരം പിടിച്ച കഥകൾ കൊണ്ട് മാത്രം നിറഞ്ഞു നിൽക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ. സോ ഓപ്പറേഷൻ തൂഫാൻ ഏത് രീതിയിലാണ് സക്സസ് ആയത്, അതേപോലെ എന്തെങ്കിലും സംവിധാനം ഇതിനും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഇതിന് തടയിടാൻ പറ്റൂ. 100% ഈ പോസ്റ്റുകളെല്ലാം കാണുമ്പോൾ ഈ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും അവർ മൊബൈലിൽ ഏറ്റവും കൂടുതൽ അഡിക്റ്റ് ആകുന്നത് ഇങ്ങനെയുള്ള റീൽസ് മൂലമാണ്. അപ്പോൾ ഇതിന് വളരെ വൈകാതെ തന്നെ ഇതിനൊരു പ്രിവെൻറ്റേഷൻ ചെയ്തില്ലെങ്കിൽ സമൂഹം വലിയ ഒരു കെണിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുമല്ല,
ഈ റീൽസ് ഇതെല്ലാം ഇതിൻ്റെ പശ്ചാത്തലം, ഏറ്റവും കൂടുതൽ പശ്ചാത്തലം ഇവർക്ക് മയക്കുമരുന്ന് ഇവരുപയോഗിക്കുന്നവരാണ്. ഞാൻ അറിയുന്ന പലരുമുണ്ട്. ചില കുട്ടികൾ പാവങ്ങളാണ്, പക്ഷേ അത് മാറി നിന്ന് അവരിവിടുന്ന ചില റീൽസുകൾ തിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല, കാണാറുള്ളതാണ്. എനിക്ക് വളരെ നേരിട്ടറിയുന്ന ചില സ്ത്രീകളാണ്, വിവാഹിതരാണ്, നല്ല ജോലി ചെയ്യുന്നവരാണ്. അവർ ശമ്പളത്തിൻ്റെ ഭൂരിഭാഗം വാങ്ങി ഏറ്റവും വലിയ മൊബൈലുകൾ വാങ്ങുക, റീൽസ് ഇടുക, തുണിത്തരങ്ങൾ എടുക്കുക, ഡ്രസ്സുകൾ എടുക്കുക. അവർക്ക് ചിലവഴിക്കുന്നതിന് യാതൊരു മടിയുമില്ല. അങ്ങ് അഡിക്റ്റാകുകയാണ്. കല്യാണം കഴിച്ച പിള്ളേരാണ്, കുട്ടികളുണ്ട്. ഇവരൊന്ന് ജോലിക്ക് ദൂരസ്ഥലങ്ങൾ വീട് വിട്ട് ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് ഇതിലേറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഈ റീൽസ് ഇതും മറ്റുമായൊക്കെ നടക്കുന്നത്. ഇവർക്ക് സമൂഹത്തിനോടോ കുടുംബത്തിനോടോ നമ്മുടെ സംസ്കാരത്തിനോടോ യാതൊരു പ്രതിബദ്ധതയുമില്ലാത്ത ഒരു കൂട്ടരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഗവൺമെൻറ് തലത്തിൽ ഇതിനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഉടനടി ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ ലോകത്ത് നമുക്ക് കിട്ടുന്ന സന്ദേശം, നമ്മളുടെ കുട്ടികൾക്കുണ്ടാകുന്ന സന്ദേശം വളരെ വളരെ മോശമായിരിക്കും. ഇവരെ അതായത് ഇവർക്ക് ആവശ്യമില്ലാത്ത ഓരോ വികാരങ്ങളും വിചാരങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി മാത്രം പടച്ചു വിടുന്ന ഈ റീൽസാണ്. ഇതിന് മയക്കുമരുന്ന് കൈവശം വയ്ക്കുമ്പോൾ, അത് വിപണനം ചെയ്യുമ്പോൾ, അത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന എന്തെല്ലാം പ്രയാസങ്ങളാണോ അതിൽ ഇവർക്ക് കൊടുക്കുന്ന ശിക്ഷ, അതേപോലെ ശിക്ഷകൾ ഈ വൾഗറായിട്ടുള്ള റീൽസിനും വൾഗറായിട്ടുള്ള ഓരോ ദൃശ്യങ്ങൾക്കും നാം പ്രിവെൻറ്റ് ചെയ്യേണ്ടതാണ്, അതിന് തടയിടേണ്ടതാണ്. കാരണം പല റീൽസിലും ചില വളരെ പൈശാചികമായ ഈ സ്ത്രീകളെ ഉപദ്രവിക്കുക, അവരെ വകവരുത്തുക, അവരെ പീഡിപ്പിക്കുക, ഈ രംഗങ്ങളൊക്കെയാണ്. അതെന്തിനാണ് ഇവർക്ക്? ഇത് വെറും റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഓരോ പരിപാടികളാണ്. പക്ഷേ അത് കൊടുക്കുന്ന സന്ദേശം വളരെ വളരെ മോശമാണെന്ന് ഇവരറിയുന്നില്ല. സോ ദയവീത് നമ്മുടെ ഓപ്പറേഷൻ തൂഫാൻ പോലെ എന്തെങ്കിലും ഒരു സംവിധാനങ്ങൾ നമ്മുടെ കേരളത്തിൽ ഗവൺമെൻറ് തലത്തിൽ നിന്ന് ഉണ്ടാക്കി ഈ റീൽസ്, ഇങ്ങനെയുള്ള കോമാളിത്തരം വേഷങ്ങളും കോമാളിത്തരം റീൽസുകളും ഇടുന്നത് ഒഴിവാക്കാനുള്ള സംവിധാനം വളരെ വേഗം നമ്മൾ കണ്ടെത്തേണ്ടതാണ്. നല്ല റീൽസുകൾക്ക് നമ്മൾ അംഗീകാരം കൊടുക്കണം. ഗുണകരമായ റീൽസുകൾ നമുക്ക് നല്ലതാണ്. കുട്ടികൾക്ക് ഗുണപാഠം ഉണ്ടാകുന്ന ഏത് റീൽസിനും നമ്മൾ അംഗീകരിക്കണം. അങ്ങനെ ചെയ്യുന്നവരെയാണ് നാം ഏറ്റവും കൂടുതൽ പ്രശംസിക്കേണ്ടത്. അതുകൊണ്ട് ഗവൺമെൻറ് തലങ്ങളിൽ ഒന്നുകൂടി പറയുന്നു, ഓപ്പറേഷൻ തൂഫാൻ പോലെ ഈ റീൽസുകൾക്ക്, മോശമായ റീൽസുകൾ ഇടാതിരിക്കാനുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടി നിയമ നിർമ്മാണം നടത്താൻ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സും ഒപ്പം നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റും കൂടി ഒന്നായി ചേർന്ന് ഉള്ളൊരു സംവിധാനം ഉണ്ടാക്കണം. നിങ്ങൾ നോക്കുക, വടക്കേ ഇന്ത്യയിൽ നിന്നും വരുന്ന റീൽസുകളും നമ്മുടെ കേരളത്തിൽ നിന്നും, അതായത് സൗത്ത് ഇന്ത്യയിൽ വരുന്ന റീൽസുകൾ വളരെ വ്യത്യാസമുണ്ട്. വടക്കേ ഇന്ത്യയിൽ വരുന്ന 90% റീൽസുകളും ഗുണകരമായ കാര്യങ്ങളാണ്, നല്ല നല്ല സന്ദേശങ്ങൾ കൊടുക്കുന്ന റീൽസാണ്. മറിച്ച് ഇവിടെ കിട്ടുന്നത് നഗ്നത, ചെറിയൊരു മാന്യമായ ഡ്രസ്സ് വരെ ചെയ്യാതെ ഈ പ്രായമായ 45ഉം 50ഉം വയസ്സായ സ്ത്രീകൾ മുഖത്ത് പുട്ടിയും അടിച്ച്, എനിക്ക് ഫ്രണ്ട്സ് വേണം, ഞാൻ ഇതാണ്, എനിക്ക് ഇത്ര സൗകര്യമുണ്ട്, നിങ്ങൾ ഉടൻ തന്നെ വിളിക്കുമെന്ന് പറഞ്ഞ് ഇത് കൊടുക്കുന്ന വളരെ റോങ് സന്ദേശങ്ങളാണ്. സോ ഇതിന് അർജൻറ്റായിട്ടൊരു അവസാനം കണ്ടെത്താൻ ഗവൺമെൻറ് വേണ്ട നിലപാടുകൾ സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.